അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരു വീടിൻ്റെ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നത് ആ വീട്ടിലെ സ്ത്രീകളുടെ കൈകളിലാണ്. വിശേഷിച്ചും ഒരു മകൻ വിവാഹം കഴിഞ്ഞ് ഒരു മരുമകൾ ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ വീട് സ്വർഗമാക്കണോ നരകമാക്കണോ എന്ന് തീരുമാനിക്കുന്നത് അമ്മായിമ്മമാരാണ്. ഉമ്മമാരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ മരുമകൾ ആരാണ്? ആ മരുമകൾ ആരാണ്? സ്വന്തം ഉമ്മയെയും ഉപ്പയെയും താലോലിച്ചു വളർത്തിയ ആ വീട്ടിനെയും വിട്ട് നിങ്ങൾ വിശ്വസിച്ചല്ലേ അവൾ ആ പടിവാതിൽ കടന്നു വരുന്നത്? എന്നിട്ടും അവൾ ഒരു പുറത്തു നിന്ന് വന്നവളായി കാണാൻ, അവളുടെ കുറ്റങ്ങൾ മാത്രം തിരഞ്ഞു നടക്കാൻ നമുക്കെങ്ങനെ സാധിക്കുന്നു? ഉമ്മമാരെ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങളിൽ ഉത്തമൻ തൻ്റെ കുടുംബത്തോട് നന്നായി പെരുമാറുന്നവനാണ്. ഉമ്മമാരെ, ഒരു നിമിഷമൊന്ന് പഴയ കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കൂ. വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു വീട്ടിൽ നിന്ന് മരുമകളായി കയറി വന്നവളല്ലേ നിങ്ങളും? അന്ന് നിങ്ങൾ ആഗ്രഹിച്ച ആ പരിഗണനയും സ്നേഹവും ഇന്ന് നിങ്ങളുടെ മരുമകൾക്ക് നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഉമ്മമാരെ, അവരോടൊന്ന് പുഞ്ചിരിക്കാൻ, വിശേഷങ്ങൾ ചോദിക്കാൻ, അവളുണ്ടാക്കുന്ന ഭക്ഷണത്തെ ഒന്ന് പുകഴ്ത്താൻ നമ്മൾ എന്തിനാണ് മടിക്കുന്നത്? നിങ്ങൾ അവളുടെ സ്വന്തം മകളെപ്പോലെ ഒന്ന് കരുതി നോക്ക്. അവിടെ നിങ്ങളെ സ്വന്തം ഉമ്മയേക്കാൾ സ്നേഹിക്കും. അവിടെയാണ് ആ വീട് സ്വർഗമാകുന്നത്. മരുമക്കളോട് കാരുണ്യത്തോടെ പെരുമാറുന്ന ഉമ്മമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് ചൊരിഞ്ഞു നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കുടുംബങ്ങൾ നീ സമാധാനം നൽകണേ അല്ലാ, സ്നേഹം നിറക്കണേ അല്ലാ. അമ്മായിമ്മമാരെയും മരുമകളെയും ഒരു ഉമ്മയെയും ഒരു മകളെയും പോലെ നീ ഒരുമിപ്പിക്കണേ അല്ലാ. കുടുംബങ്ങളെല്ലാ പ്രശ്നങ്ങളും നീ തീർത്തു തരണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റിത്തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, നാം കേൾക്കുന്ന ഇത്തരം നല്ല അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുന്നത് വലിയൊരു പുണ്യമാണ്. ഈ നന്മ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇത്തരം ചിന്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.